അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുള്ള. എൻ്റെ ആദ്യത്തെ പേര് വിൻസെൻ്റ്. ഞാനൊരു ക്രിസ്തീയ ഫാമിലിയിൽ നിന്നാണ്, കത്തോലിക്ക സഭയിൽ നിന്നാണ് ഞാൻ ഇസ്ലാം മതത്തിലേക്ക് എൻ്റെ ചുവടുവെപ്പ്. പിന്നെ ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമുദായത്തിൽ കത്തോലിക്ക സഭയിൽ ആണ് വളർന്നത്. പള്ളിയിൽ പോവുകയും വീട്ടുകാരൊക്കെ ഇതിലുള്ള ഒരു കുടുംബമാണ്. ഇസ്ലാമിലേക്ക് വരാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ, ഞാനൊരു ആദ്യം തന്നെ എന്ന് വെച്ചാൽ ഒരു ക്രിസ്തീയ സഭയിൽ ജനിച്ച് വളർന്ന ഒരു ആളാണ്. ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഫാമിലിയാണ്. പിന്നെ അന്ന് പള്ളിയിൽ പോവുകയും പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു സമയത്ത് അമ്മ ചോദിച്ചു, കുമ്പസാരത്തിൻ്റെ ഒരു വിഷയം വന്നപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ എനിക്ക് കൂടിപ്പോയാലൊരു 16 വയസ്സ് ആ സമയത്തിൽ അമ്മ പറയും ക്രിസ്മസാണ്, പോയി കുമ്പസാരിക്കണം. അന്നേരം ഞാൻ ചോദിക്കും, ഈ പള്ളിയിൽ പോയി ഒരു അച്ഛനോട് നമ്മൾ നമ്മുടെ പാവങ്ങൾ പറയുന്നതും ദൈവത്തിനോട് നേരിട്ട് പറയുന്നതും അതിൽ എൻ്റെ വലിയ ടീച്ചറാണ്. അന്നേരം അവരോട് ഇങ്ങനെ സംസാരിക്കും ഞാൻ ഈ കാര്യം. തൗഹീദിൻ്റെ തന്നെ പറയാം. എന്നുവെച്ചാൽ നമുക്കന്ന് അറിയത്തില്ല, ഖുർആൻ അറിയത്തില്ല, വേദം എന്താണെന്ന് അറിയത്തില്ല, ഈ ബൈബിൾ മാത്രം വായിച്ചിട്ടുള്ളൊരു ഇതുള്ളൂ. ആ സമയത്ത് നമ്മളോട് ചോദിക്കും, അമ്മ അന്ന് ക്രിസ്മസ് ഈസ്റ്ററായി കഴിയുമ്പോൾ പോയി കുമ്പസാരിക്ക്. എനിക്ക് ഇതിനോട് വളരെ വെറുപ്പുള്ളൊരു കാര്യമാണ്. ഒരു അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മുടെ പാവങ്ങൾ പറയുക, അത് ദൈവത്തിനോട് മാത്രം പറയേണ്ട ഒരു കാര്യമല്ലേ, അല്ലെങ്കിൽ സൃഷ്ടാവിനോട് മാത്രം പറയേണ്ട ഒരു കാര്യമാണല്ലോ. ഇത് നമ്മൾ ചെന്നിട്ടൊരു അച്ഛനോട് എന്ന് പറയുമ്പം അത് എങ്ങനെയായിരിക്കും കാണുന്നത് എന്നുള്ള ഒരു ചിന്താഗതി എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എന്നിലുണ്ടായിരുന്നു. അതിനുശേഷം കാര്യങ്ങളൊക്കെ ആയി കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ഇടവേളയിൽ ഗൾഫിലേക്ക് പോകേണ്ട ഒരു ചാൻസ് കിട്ടി. അതൊരു 18 വയസ്സിൽ. എന്നുവെച്ചാൽ അതിന് മുന്നേ വണ്ടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരുന്നു നടന്നത്. വലിയതായിട്ട് പഠിക്കാനൊന്നും കൂടുതലായിട്ടൊന്നും പറ്റില്ല. ആ സമയത്ത് ഗൾഫിലേക്ക് ഇവിടുന്ന് പോകേണ്ട ഒരു സമയം വന്നു. അന്നേരം അങ്ങനെ ഗൾഫിൽ ചെന്നു. അന്നേരം നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നമ്മുടെ വിചാരം എന്ന് വെച്ചാൽ ഏറ്റവും നല്ല മതം ക്രിസ്തീയ മതം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളതെന്ന് ക്രിസ്ത്യ 95 കാലഘട്ടം കേട്ടോ, 96 കാലഘട്ടങ്ങളിൽ ബോംബെയിൽ നിന്ന് സൗദിക്ക് കയറുകയാണ്. അന്നേരം കയറുന്ന സമയത്തൊക്കെ നമ്മളെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോഴും നമുക്ക് ഈ ഇസ്ലാം എന്താണെന്നുള്ളത് നമ്മുടെ കൂടുതൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു തന്നാലും ഇതിൻ്റെ നേരായ മാർഗം നമുക്ക് കിട്ടില്ല. അങ്ങനെ ഒരു ഗൾഫിലൊക്കെ ചെന്ന് ഒരു വർഷം ആകുന്ന സമയത്ത് ഒരു ഈസ്റ്ററിൻ്റെ ദിവസം ഒരു മനാമ എന്ന് പറഞ്ഞ റിയാദിൽ മനാമ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ 2-3-4 പേര് കൂടുകയാണ്. അവിടെ ഫുഡും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പം 2 ക്രിസ്തീയ, ഒരു ജോർജ് ചേട്ടൻ കോട്ടയംകാരൻ ഒരാളും ഒരു ജോർജും തോമസ് അവർ തമ്മിൽ വാഗ്വാദം ഉണ്ടായി ബൈബിളിനെ കുറിച്ച് വാഗ്വാദം ഉണ്ടാകുന്ന സമയത്ത് ദൈവത്തിന് പങ്ക് ചേർക്കരുത് എന്നുള്ളൊരു വാക്കാണ് ജോർജ് ചേട്ടൻ്റെ സംസാരത്തിൽ നിന്നുണ്ടാകുന്നത്. ഇവർ രണ്ടും കൂടെ രാത്രി ഒരു 10 മണിയൊക്കെ ആയി. അന്നേരം ഈ വാഗ്വാദം നിൽക്കുന്നില്ല. അങ്ങനെ അത് 11 അന്നേരവും ഈ സംസാരം നമ്മൾ നിർത്തുന്നില്ല. തൗഹീദിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഒരാൾ പറയുന്നു ദൈവത്തോട് മാത്രമേ പറയാവുള്ളൂ. എനിക്ക് തോന്നുന്നു തോമസ് ചേട്ടനോ അതിലാരാണെന്ന് എനിക്കറിയണ്ട. ഒരു മനുഷ്യൻ പറയുന്നുണ്ട്, ബൈബിൾ എടുക്ക്, അതിൽ ഈശോ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തോടാണ്, മറിയം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തോടാണ്. അതൊക്കെ ബൈബിളിലെ അതേ രംഗങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് മറ്റേ ആൾ പറയുന്നുണ്ട് അതല്ല, അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വളരെ ഇതായിട്ട് രണ്ടുപേരും വാദിക്കുന്നത്. എനിക്കെൻ്റെ മനസ്സിൽ തോന്നി, ഇതിൽ ദൈവത്തിനോട് മാത്രമല്ലേ ഈശോ പ്രാർത്ഥിച്ചുള്ളൂ, ഇതൊരു വലിയ തെറ്റല്ലേ ഈ കാണിക്കുന്നതൊക്കെ എന്നുള്ളൊരു എൻ്റെ മനസ്സിൽ ഒരു വിഷമം വരുന്ന രീതിയിൽ എനിക്കന്ന് അനുഭവപ്പെട്ടു. അന്ന് കിടക്കുമ്പോൾ ഒരു 12 മണിയൊക്കെ ആയി. ആ സമയത്ത് എൻ്റെ മനസ്സ് പറഞ്ഞു, അതിൻ്റെ ഇടയ്ക്ക് ഒരു ജോസിയേട്ടൻ ഒരു കാര്യം പറഞ്ഞു, ഈ ബൈബിളിൽ നിനക്ക് ശരിയായിട്ട് അറിയണമെങ്കിൽ നീ ഖുറാൻ എടുത്ത് നോക്ക്. ഇവർ തമ്മിൽ വാഗ്വാദം നിന്ന് ലാസ്റ്റ് ഫിനിഷിങ് ടൈമിൽ പറഞ്ഞു, ഖുറാനാണ് സത്യം, ഖുറാൻ എഴുതിയേക്കുന്ന കാര്യങ്ങളാണ് കറക്റ്റ്, മുഹമ്മദ് നബി പറഞ്ഞതാണ് ശരിക്കിനുള്ള തൗഹീദ്, അത് ഖുറാൻ നീ വായിച്ചു നോക്കിയാൽ നിനക്കത് മനസ്സിലാവുമെന്ന് പറഞ്ഞു. എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് മാനസികമായിട്ടൊരു വല്ലാത്ത വിഷമം വന്നു. ദൈവമേ, ഞാൻ നിന്ന ഒരു സഭ ക്രിസ്തീയ സഭയേക്കാളിലും നല്ലൊരു സഭയോ അല്ലെങ്കിൽ ഒരു വേദോ അങ്ങനെ ഒരു ഗ്രന്ഥമുണ്ടോ?
അന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ സത്യം എനിക്ക് തിരിച്ചറിയാനുള്ള ഈ ഖുറാനാണേലും എനിക്കൊന്ന് കാണണം, അല്ലെങ്കിൽ ഒന്ന് കിട്ടണം. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഉറക്കം തന്നെ ഒരു ടൈം പിടിച്ചിട്ടാണ് ഉറങ്ങിയത്. ഇങ്ങനെ ഒരു സത്യം പറഞ്ഞ് അതും ക്രിസ്തീയ ഒരു വിശ്വാസി പറയുമ്പം ഖുറാനെക്കുറിച്ച് പറഞ്ഞപ്പം ഇതെനിക്ക് അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് സത്യം അറിഞ്ഞിരിക്കണം എന്നെനിക്ക് കാണിച്ചു തരണം. സത്യത്തിൽ ഇതാണ് എന്നെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു വലിയ കാരണം. ഒരു 4-5 മാസത്തിന് ശേഷം എനിക്ക് ഖുറാൻ്റെ ഇതിൻ്റെ തർജിമ സൗദിയിൽ ഇത് എഡിറ്റ് ചെയ്ത് മദീനയിലാന്ന് തോന്നുന്നു. ആ ഖുറാൻ എനിക്ക് 97 കാലഘട്ടത്തിൽ 96-97 കാലത്തിലാണെന്ന് എനിക്ക് ഖുറാൻ്റെ തർജിമ കിട്ടി. അതിങ്ങനെ എടുത്ത് ഞാനതിൻ്റെ ബുക്ക് തുറന്ന് അൽ-ബഖറ സൂറത്ത് അലിഫ് ലാം മീം ഇത് ഞാനിങ്ങനെ വായിക്കുകയാണ്. ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് അറബി അറിയത്തില്ലല്ലോ. അന്നേരം അലിഫ് ലാം മീം എന്നൊക്കെ പിന്നീടാണ് മേടിച്ചത്. അത് വായിക്കുന്ന സമയത്ത് എനിക്ക് അലിഫ് ലാം മീം മലയാളത്തിൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അന്നേരം അത് മാത്രമേ അറിയത്തുള്ളൂ. അലിഫ് ലാം മീം ഇതാവുന്നു ഗ്രന്ഥം, ഇതിൽ സംശയമേ വേണ്ട. അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും പ്രാർത്ഥന മുറപോലെ നിർവഹിക്കുകയും ഞാൻ നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുകയും നിനക്കും നിൻ്റെ മുൻഗാമികൾക്കും നൽകപ്പെട്ട സന്ദേശത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർ ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരില്ല. അതിങ്ങനെ വായിച്ച് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഈ ബൈബിളിലെ തന്നെ കാര്യങ്ങൾ ആദം നബിനെക്കുറിച്ചും പിന്നെ വന്ന നൂഹ് നബിനെക്കുറിച്ചും ലോത്ത് നബിനെക്കുറിച്ചും അങ്ങ് ഈ പ്രവാചകന്മാരുടെ പരമ്പരകളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് അവസാനം ഈ അൽ-ബഖറ അവസാനിക്കുന്നത് തന്നെ ഒരു വലിയൊരു പ്രാർത്ഥനയിലാണ്. അതാ മറന്നുപോയോ തെറ്റ് ചെയ്യോ ഞങ്ങൾക്ക് പൊറുക്കണേ, മുൻഗാമികളെ ശിക്ഷിച്ച പോലെ ഞങ്ങളെ ശിക്ഷിക്കരുതേ, വഹിക്കാൻ കഴിയാവുന്ന ഭാരവേ അള്ളാഹുവേ നീ ഞങ്ങളെ കൊണ്ട് വഹിപ്പിക്കാവേ, നാഥാ നീ ഞങ്ങൾക്ക് പുറത്തു തരികയും കരുണാണിക്കുകയും ചെയ്യണമേ, നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി, അതുകൊണ്ട് സത്യനിഷേധികളിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ. ആമീൻ. ഒരു പ്രാർത്ഥന ഞാനത് ഇങ്ങനെ ഇന്നും എൻ്റെ ഒരു എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അൽ-ബഖറ അന്ന് തന്നെ ഞാൻ വായിച്ചു തീർത്തത്. അതിൽ മനസ്സിലായി പ്രപഞ്ചനാഥനോട് ഒന്നിനെയും കൂട്ടിച്ചേർക്കാൻ പാടില്ലാത്ത ഈ ഗ്രന്ഥം ഇത് സത്യമാണല്ലോ, അല്ലെങ്കിൽ ഇത് ക്രിസ്ത്യാനികൾ ഇത് വായിക്കേണ്ട ഒരു കാര്യമാണല്ലോ. ഈ ഗ്രന്ഥം ഞാൻ തിരിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇനി ഞാൻ തിരിച്ചു തരില്ല, ഇതെൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ആ ഗ്രന്ഥം ഇന്നും എൻ്റെ അടുത്തുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. 96 കാലഘട്ടത്തിൽ കിട്ടിയ എൻ്റെ ആ ഖുറാൻ ഇന്നും എൻ്റെ അടുത്തുണ്ട്. അത് എനിക്കൊരു ദിവസം പോലും വായിക്കാണ്ടിരിക്കാനാകില്ല. എനിക്കിന്നും ശരിക്കും പറഞ്ഞാൽ അറബി അറിയത്തില്ല. അറബി നല്ല കണ്ടീഷനായിട്ട് വായിക്കാം, എന്നാലും വായിക്കും. കുറച്ച് ദൂരത്തൊക്കെ പഠിച്ച് നിസ്കരിക്കാനൊക്കെ പഠിച്ചതിൻ്റെ പേരിൽ കുറച്ചറിയാവുന്നുള്ളൂ. അതൊക്കെ മനസ്സിൽ വെച്ച് നമുക്ക് അവിടുന്ന് ഇസ്ലാം മതം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ വിഷമമാണ്. പക്ഷേ എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ വലിയൊരു ഫാമിലിയാണ്. അവിടുന്ന് എൻ്റെ അച്ഛൻ്റെ ഫാമിലിയൊക്കെ 12 മക്കളാണ്. അതിൽ എൻ്റെ ഫാദറിന് തന്നെ ഞങ്ങൾ 2 പേരും, എൻ്റെ ഒരു പെങ്ങളുണ്ട്. പെങ്ങളെ കെട്ടിച്ചേക്കുന്നതൊക്കെ ബത്തേരിയിലാണ്. അന്നേരം അവർ ജോലിക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അന്നേരം എന്നെ സംബന്ധിച്ച് എനിക്കിത് വീട്ടിൽ ചെന്ന് വന്ന് പറയുകയും കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ഏതായാലും വീട്ടിൽ വന്ന് അമ്മയോടൊക്കെ ഈ കാര്യം ഇങ്ങനെ പറഞ്ഞ് അന്നത്തേക്കും പ്രാർത്ഥനയൊക്കെ പഠിച്ച് ഞാൻ മെല്ലെ നിസ്കാരം പഠിച്ചു, നോമ്പെടുക്കാൻ തുടങ്ങി. ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വീട്ടുകാരൊന്നും നമ്മളോട് അങ്ങനെ സഹകരിക്കുന്നില്ല. അന്നേരം വിവാഹപ്രായമൊക്കെ എത്തി നിൽക്കുകയാണ്. അന്നേരം കല്യാണം കഴിക്കണം, അതിൻ്റെ നോക്കുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യുക. അമ്മേനെ അപ്പനെ ഒഴിവാക്കി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അവരെന്തൊക്കെയാണേലും അവരെ നിങ്ങൾ സംരക്ഷിക്കണം. അവർ ഞാൻ ഏകനാകുന്നു, എന്നെ നിങ്ങൾ ആരാധിക്കാവുള്ളൂ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ കാര്യം പറഞ്ഞ് നിങ്ങൾ മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്നാണ് ഖുർആൻ പറയുന്നതിനകത്ത്. ഭയങ്കര അത്ഭുതം. നമ്മൾ ഖുർആൻ മൊത്തം എന്ന് പറയുന്നത് തീർക്കാനാവില്ല. അന്നേരം അതൊരു വലിയ എന്താ പറയുക, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് അവരെ ധിക്കരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അതിൽ നിൽക്കരുത്. നമ്മൾ ശരിക്കും ഇസ്ലാം മതത്തിലേക്ക് തന്നെ വരേണ്ടതാണ്. അന്നേരം ഇതറിഞ്ഞു ഞാൻ അന്നേരവും പ്രാർത്ഥിക്കും, ദൈവമേ ഒരു നല്ല ഒരു സ്ത്രീയെ, എനിക്ക് നല്ല സത്യം അറിയുന്ന വിശ്വസിക്കുന്ന ഒരു സ്ത്രീയെ നമുക്ക് കിട്ടണേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് ഒരു ഇസ്ലാം മതത്തിലേക്ക് വരാണ്ടിരിക്കാൻ ഒരു കാരണമുണ്ട്. എന്നെ കാരണം വെച്ചാൽ ഇവിടെ വന്ന് നോക്കുമ്പം തൗഹീദ് പറയുന്നു, ഇസ്ലാം മതം പറയുന്നു. അതിൽ ഒരു വിഭാഗം ഈ തൗഹീദ് പറയുന്നുണ്ടെങ്കിലും കാണിക്കുന്ന ഒരുപാട് ശിർക്ക് നമുക്ക് കാണുമ്പം അതിലേക്ക് വരാനും തോന്നില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. അതുണ്ട്. ഇസ്ലാം മതം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, തൗഹീദാണ്. ദൈവം ഒന്നേ ഉള്ളൂ, റബ്ബ് സൃഷ്ടാവ് ഒന്നേ ഉള്ളൂ, അവനല്ലാതെ വേറൊരു ദൈവം ഇല്ല. അതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. എൻ്റെ ദൈവം ഏകനാകുന്നു, അവനല്ലാതെ മറ്റൊരു ദൈവമില്ല. അള്ളാഹ് ഏകനാകുന്നു എന്നുള്ളതാണ്. അവനെ മാത്രമേ ആരാധിക്കാവുള്ളൂ, അവനോട് മാത്രമേ സഹായം തേടാവുള്ളൂ. ഇയ്യാക്ക നാവുദു വയ്യാക്ക നസ്തൈൻ എന്നാണ് പറയുന്നത്. നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. ക്രിസ്തീയ സഭയിൽ നിന്ന് തന്നെയാണ് കല്യാണം കഴിച്ച്. പിന്നെ അവരോട് ഞാനിങ്ങനെ കാര്യം പറഞ്ഞു, ഖുർആൻ എടുത്ത് കാണിച്ചു. അവരും അത് മനസ്സിലാക്കി, മക്കളും മനസ്സിലാക്കി.
ഇതിലേക്ക് അവരൊക്കെ കടന്നു വന്നു. പിന്നെ ഒരു യാദൃശ്ചികമായിട്ടൊരു 2 വർഷം ഒരു ആക്സിഡൻ്റൊക്കെ എനിക്ക് സംഭവിച്ചു. ഒരു വണ്ടി നമ്മളെ വന്ന് തട്ടി. അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞതിനപ്പുറം നമ്മൾ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇസ്ലാം മതത്തിലേക്ക് പള്ളിയിലേക്ക് തന്നെ പോയി. വീട്ടിൽ നിന്ന് ഫാദറിനോട് ചോദിച്ചു, ഇങ്ങനെ എനിക്ക് വല്ലാത്തൊരു വിഷമമുണ്ട്, ഇസ്ലാമിലേക്ക് കിടക്കണം എന്ന് പറഞ്ഞു. നീ പൊയ്ക്കോ എന്ന് നല്ല കാര്യമായിട്ട് തന്നെ ഫാദർ നമ്മളെ സമ്മതിച്ചു. അങ്ങനെയാണ് ഇസ്ലാമിലേക്ക് തന്നെ കടന്നു വന്നത്. ഇപ്പം വന്നിട്ട് 2-2.5 കൊല്ലം കഴിഞ്ഞു. കുട്ടികളും ഭാര്യയൊക്കെ ഇസ്ലാമിൽ തന്നെയാണ്. വളരെ സന്തോഷമായിട്ട് പോകുന്നു. ഇപ്പം ഇതിൻ്റെ ഇസ്ലാമിൽ അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞു വെച്ചാൽ, നമ്മൾ നോക്കുന്ന സമയത്ത് പുതിയൊരാൾ ഇസ്ലാമിലേക്ക് വരുമ്പം ആ തൗഹീദ് നമ്മൾ ചിലപ്പം എവിടുന്ന് കറക്റ്റായിട്ട് കിട്ടണം എന്നില്ല. അതിനെക്കുറിച്ച് നമ്മൾ ഖുർആൻ പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. അന്നേരം നമുക്ക് സത്യം മനസ്സിലാക്കാൻ പ്രപഞ്ചനാഥൻ ഒന്നേ ഉള്ളൂ, അവനെ ആരാധിക്കാവുള്ളൂ, അവനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത്. രാവും പകലും പോലെ സത്യമാണ് നരകവും സ്വർഗവും എല്ലാം. നമ്മൾ ആണും പെണ്ണും രണ്ടായിട്ടാണ് സൃഷ്ടിച്ചത്. ഏകനായിട്ടുള്ളത് അവൻ മാത്രമേ ഉള്ളൂ. അവനാണ് നമ്മളെ സൃഷ്ടിച്ചുണ്ടാക്കിയതും നമ്മൾ അവനിലേക്കാണ് തിരിച്ചു ചെല്ലേണ്ടതും. അവനാണ് ആ സമയത്ത് നമ്മളോട് അവിടെ വെച്ച് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് പങ്കുകാരെ, നീ അവിടുന്ന് എനിക്ക് പങ്കുകാരെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നീ അവരെ പങ്കുകാരെ കൂട്ടിയോ? അതിന് നമ്മൾ ഒരു ചാൻസ് കൊടുക്കരുത്. നമ്മുടെ ഏകദൈവമായ അള്ളാഹുവിനെ മാത്രം, സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണം എന്നതാണ് ഇസ്ലാമിൻ്റെ തത്വവും ഖുർആൻ പറയുന്നതും പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് മനുഷ്യനെ പഠിപ്പിച്ചതും. ഇതിനെയൊക്കെ പലരും വിമർശിക്കുന്നുണ്ട് പല കാര്യത്തിലും. അതുകൊണ്ട് ഇസ്ലാം പഠിക്കുമ്പം നമ്മൾ അതിൻ്റെ സത്യസന്ധമായ അതിലേതാണ് അതിൽ ശരി, അതിലേക്ക് തന്നെ നമ്മൾ വരണം. അതിൽ ചിലപ്പം ഈ കാണുന്ന എന്താ പറയുക, ഇപ്പം ഇസ്ലാമിലേക്ക് ഞാൻ കടന്നു വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഖബറിനെ ആരാധിക്കുന്നവരുണ്ട് ഇസ്ലാമിൽ തന്നെ. മരിച്ചുപോയി അവരുടെ ഖബറിൻ്റെ അവിടെ കൊണ്ടുപോയി തുണിയിട്ട് അതിൽ ആരാധിക്കുന്നവരുണ്ട്. അതൊക്കെ ഇസ്ലാമിൽ തെറ്റാണ്, ഇസ്ലാമിൽ പറയാത്ത കാര്യമാണ്. ഖുർആൻ അതിശക്തമായിട്ട് എന്തിനാണ് പ്രവാചകന്മാർ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നൂഹ് നബി വന്നു, ലൂത്ത് നബി വന്നു, ഈ പ്രവാചകന്മാരൊക്കെ വന്നത് ഒരൊറ്റൊരു, ഈസാ നബി വന്നു, മൂസാ നബി വന്നു, ഞാൻ എല്ലാവരും എടുത്തു വന്നു. അതിന് ഇവരൊക്കെ വന്നത് ഈ തൗഹീദ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിൻ്റെ ദൈവം ഏകനാകുന്നു, അവനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്ന് പറയാനും അത് പഠിക്കാനും അതിൻ്റെ പ്രാർത്ഥന നിർവഹിക്കാനും സക്കാത്ത് കൊടുക്കാനും നോമനുഷ്ഠിക്കാനും. നമ്മൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ 5 കാര്യമുള്ളൂ. വളരെ ലളിതമായ 5 കാര്യമായി ഇസ്ലാമിലായി. 1 തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. 2 നിസ്കാരം, തൗഹീദ് റെഡിയായി. നിസ്കാരം നിങ്ങൾ ഒഴിവാക്കരുത്. 5 നേരത്തെ പ്രാർത്ഥന. 5 നേരത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെ ഒരു പുഴ ഒഴുകുകയാണ്. ആ പുഴയിൽ 5 നേരം പോയി കുളിച്ച് വന്നു കഴിയുമ്പോൾ അവൻ്റെ ദേഹത്തിൽ ചൊല്ലി ഉണ്ടാവും. അതേപോലെ 5 നേരത്തെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളിലേക്ക് നമ്മൾ പോവാതെ നമ്മളെ പിടിച്ചു നിർത്താൻ ഒരു വിശ്വാസിക്ക് കഴിയും എന്നാണ് എൻ്റെ ഈ പ്രാർത്ഥനയിലും അതേപോലെ തന്നെ എൻ്റെ അനുഭവത്തിലുണ്ട്. പിന്നെ 3-മതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിനക്ക് തന്ന സമ്പത്തിൽ നിന്ന് നീ ദരിദ്രന് ഇത്ര ശതമാനം കൊടുക്കണം. അത് കറക്റ്റ് ഒരു വർഷത്തിൽ കൊടുക്കുക, അല്ലെങ്കിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ കൊടുക്കുക. പിന്നെ 4-മതെന്ന് പറഞ്ഞാൽ നമ്മൾ നോമ്പനുഷ്ഠിക്കുക. ദാരിദ്ര്യവും പട്ടിണിയും വിഷമവും ബുദ്ധിമുട്ടും ഈ ലോകത്തിലുള്ള ഒരുപാട് മനുഷ്യന്മാർക്ക് ഉള്ള സമയത്ത് നമ്മളും ആ ദാരിദ്ര്യവും പട്ടിണിയും ആ വിശപ്പും ഒരു മാസം ഒരു വർഷത്തിൽ നമ്മൾ ആ 30 ദിവസം നോമ്പെടുക്കുക. അത് നമ്മുടെ ബാധ്യതയാണ്. പിന്നെ നമ്മുടെ അടുത്ത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും നല്ലതാണെങ്കിലും നമ്മൾ കടം വാങ്ങാതെ അധ്വാനിച്ച പൈസ കൊണ്ട് നമുക്ക് ഹജ്ജോ ഉംറയോ കഴിക്കാൻ പറ്റുമെങ്കിൽ അതുമാണ് ഇത്രയും വളരെ ലളിതമായ ഒരു മതം. പിന്നെ കുറച്ച് ഇതിനകത്ത് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിഷിദ്ധമായതും നിഷിദ്ധമാകാത്ത കാര്യങ്ങളുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വളരെ ലളിതമാണ്. പലരുടെയും മുന്നിൽ പോയി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കില്ല. സൃഷ്ടാവിനെ ഏകദൈവത്തിനെ ആരാധിക്കണം, അവനെ മാത്രമേ ആരാധിക്കുള്ളൂ, അവനോട് മാത്രമേ സഹായം തേടാവുള്ളൂ എന്നാണ് ഖുർആൻ പറയുന്നത്. അതിൽ ഉറച്ചു നിൽക്കുന്ന മതം ആയിട്ട് ഞാനിപ്പം എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇസ്ലാം മതം തന്നെയുള്ളൂ. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഖുർആനിലെ ഒരു വാക്ക് പോലും ഒരാൾക്കും തിരുത്തി എഴുതാൻ കഴിയില്ല. ബൈബിൾ ഇപ്പം പോയി കഴിഞ്ഞാൽ പഴയ നിയമം പുതിയ നിയമം ഒക്കെ എഴുതിയുണ്ടാക്കണതിൽ വലിയ. പക്ഷേ ഖുർആൻ പഠിച്ച 10,000 കോടിക്കണക്കിന് ആൾക്കാർ ഈ ലോകത്തുണ്ട്. അതൊരു എന്താ പറയുക, അതിങ്ങനെ ഒഴുകിയെത്തും. അത് ഒന്നും പഠിക്കാത്ത നമുക്ക് തന്നെ ഒരു 2 പ്രാവശ്യം വായിക്കുമ്പോഴേക്കും നമുക്കതെന്തോ അത് മനസ്സിൽ അതങ്ങ് കിട്ടും. അതെന്തോ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ എത്രയോ മനുഷ്യരിത് ആ ഖുർആൻ മൊത്തം പഠിച്ച എത്രയോ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഖുർആൻ നിങ്ങൾക്ക് ലോകാവസാനം വരെ അതിൻ്റെ ഒരു അക്ഷരം പോലും മാറ്റാതെ
അത് കാത്തു സൂക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ ബാധ്യതയാണ്. അവനത് കാത്തു സൂക്ഷിച്ച് നമുക്ക് തരുന്ന പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും ഇത് കാണുന്ന ആൾക്കാരും ഖുറാൻ എടുത്തൊന്ന് വായിച്ച് നോക്കും. ഞാൻ ഖുറാനിൽ കൂടെയാണ് വന്നത്. ഖുറാനാണ് എനിക്ക് മാർഗ്ഗദർശനം തന്നത്, അല്ലാണ്ട് ഒരു വ്യക്തിയോ ഒന്നുമല്ല. അത് കാരണം വായിക്കണം. എൻ്റെ കുടുംബക്കാരിലാണേലും എന്നോട് സഹകരിക്കുന്നവരുണ്ട്, അതിനെ വിമർശിക്കുന്നവരുണ്ട്. എന്നാലും ആരുമായിട്ട് ഒരു വിദ്വേഷമോ ഒന്നുമില്ല, എല്ലാവരുമായിട്ട് സഹകരിച്ച് പോകുന്നു. പക്ഷേ ഞാൻ എല്ലാവരോടൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ഖുറാൻ വായിക്കണം. ഖുറാൻ എടുത്ത് ഒരു സമയത്ത് നിങ്ങൾ തർജ്ജിമ കിട്ടും. അത് വായിച്ചു നോക്കുമ്പം ഈ ബൈബിളുമായിട്ടുള്ള അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ ഈ സംസാരം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ളത് എന്നാണെന്ന് വെച്ചാൽ, ഈ ഖുറാൻ്റെ തർജ്ജിമ എന്നുവെച്ചാൽ പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ളവർക്ക് മലയാളമായിരിക്കും അതിൻ്റെ മനസ്സിലാക്കാൻ കഴിയുക. എന്നാലും ഇതിൻ്റെ തർജ്ജിമ നമുക്ക് ഇപ്പോൾ എവിടെ ചോദിച്ചാലും കിട്ടും. അതിന് വേണം ഞാനുമായിട്ട് ബന്ധപ്പെട്ടാലും മതി. അങ്ങനെ ഇതിൻ്റെ പരിഭാഷ നമ്മൾ വായിച്ച് തൗഹീദിലേക്ക് നമ്മൾ വരണം. അത് നമ്മളോർക്കും ഇത് പരലോകം എല്ലാവരുടെയും ഉള്ള വിശ്വാസമാണ്, പരലോകം ഉണ്ടാവോ ഇല്ലയോ എന്നൊരു സംശയമാണ്. ഈ പ്രപഞ്ചനാഥൻ ഈ ലോകം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, രാവും പകലും കണിശമായി വേർതിരിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നരകവും സ്വർഗവും ഉണ്ട്, ആണും പെണ്ണും ഉണ്ട് അല്ലേ? അതുകൊണ്ട് നരകവും സ്വർഗവും ഇല്ല എന്നുള്ളതിന് ഈ പ്രപഞ്ചനാഥൻ അത് നമ്മൾക്ക് എന്നാ അതിന് ഒരു വലിയ കാരണം എന്ന് വെച്ചാൽ, നമ്മളിവിടെ പല തെറ്റുകളും നമ്മൾ പലതും കാണാണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മളോർക്കും ഇവിടുത്തെ കോടതി നമ്മളെ ചിലപ്പം കണ്ടെത്തില്ല, ദൈവത്തിൻ്റെ കോടതിയിൽ അതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ നന്മയിലേക്ക് മുന്നേറുക, നരകവും സ്വർഗവും ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം വരണമെങ്കിൽ ഖുറാൻ കൂടുതൽ വായിക്കുകയും നോക്കുകയും കാണുകയും പഠിക്കുകയും ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നത് അതിൽ കൂടുതൽ വിശ്വാസം വരുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ഇത് കേൾക്കുന്നവർ ഖുറാൻ വായിക്കാനും എന്താണ് ഇസ്ലാം എന്ന് അറിയാനും പഠിക്കാനും നിങ്ങൾ നോക്കണം. അതെൻ്റെ കുടുംബക്കാരായാലും എൻ്റെ ബന്ധുമിത്രാദികളായാലും സത്യം മനസ്സിലാക്കുക. സമാധാനമാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. അതില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ആ സത്യം മനസ്സിലാക്കി വന്നു കഴിഞ്ഞാൽ ലോകത്തിൽ എവിടെയും ഒരു ബുദ്ധിമുട്ടും വിഷമങ്ങളും ഇല്ലാത്തൊരു ഖുർആൻ പറയുന്നതാണ്, ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക. ഇതുപോലെ പറയുന്ന ഒരു അത് എത്ര സമ്പത്തുള്ളവനും ഇല്ലാത്തവനും തൊട്ടടുത്ത വീട്ടിൽ പട്ടിണിയാണെങ്കിൽ നമ്മളിവിടെ നിന്ന് എന്ത് കഴിച്ചിട്ടും കാര്യമില്ല. അത് പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ പഠിക്കുകയും കാണുകയും അതിൻ്റെ വിശ്വാസം എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും ഒരുപാട് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എത്ര ഒരാളോട് പറഞ്ഞാലും എനിക്ക് തോന്നില്ല മനസ്സിലാവുന്നത്. എൻ്റെ ചെറുപ്പകാലങ്ങളിലൊന്നും എനിക്കങ്ങനെ ഓടിയില്ല. ഈ ഖുർആൻ കിട്ടിയതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു അനുഗ്രഹം. അതേപോലെ നിങ്ങൾക്കും അതുകൊണ്ടൊരു അനുഗ്രഹമായി മാറണം. അതുകൊണ്ട് നിങ്ങൾ പരലോക വിജയത്തിന് വേണ്ടി ഖുർആൻ വായിക്കുകയും കാണുകയും പഠിക്കുകയും ചെയ്യണം എന്നാണ് എൻ്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും എല്ലാം എനിക്ക് പറയാനുള്ളത്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് പടച്ചോൻ എല്ലാവർക്കും ഇത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. നൂറുൻ അലാ നൂർ, നൂറുൻ അലാ നൂർ, യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ് വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം.